നമ്മൾ അടുക്കള വിശേഷങ്ങളല്ലേ പറയാറ്. പിന്നെ ഞാൻ ഓർത്തു കുറച്ച് പുറത്തെ വിശേഷങ്ങൾ പറയാമെന്ന് കേട്ടോ. നമ്മുടെ നോഹു അവിടെ ടാപ്പിൻ്റെ ചോട്ടിലാണ്. ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ ടാപ്പിൻ്റെ ചോട്ടിൽ കളിക്കുക എന്നുള്ളത്. വരിക, ടാപ്പ് തുറക്കുക, കളിക്കുക. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ കുറച്ച് ചെടി നടന്നുകൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് നോഹുവിനെ അവിടെ നിർത്താം, നമുക്കിവിടെ കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ളൊരു കാന്താരിയാണ്. പപ്പയുടെ ഒരു മെക്കാനിസം കണ്ടോ, ഇതിലെങ്ങനെ വെള്ളം കയറുന്നതെന്നുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ഡ്രമ്മ് നിറച്ച് വെച്ചിരിക്കുകയാണ്. ആ ഡ്രമ്മിൽ ഇതിൻ്റെ താഴെ ഒരു ഓട്ടയുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ ഇറ്റിറ്റായിട്ട് വെള്ളം വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഇതൊരു ഡ്രമ്മിൻ്റെ ഹാഫ് കട്ട് ചെയ്തിട്ട് അതിലാണ് കേട്ടോ നട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറച്ച് കുറച്ച് വീണുകൊണ്ടേയിരിക്കും. പിന്നെ ഇതും പപ്പയുടെ ക്രിയേഷനാണ്, മുല്ലയും റോസുമാണ് പപ്പയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ഇതും പപ്പ നട്ടിരിക്കുന്നതാണ്. ഇതിൽ മുട്ടൊക്കെ ഇട്ട് തുടങ്ങി, 2-3 ഇവിടെയൊക്കെ 2-3 മുട്ട അവിടെ എവിടെയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള നല്ല കുറേ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വളം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പപ്പ ഇപ്പോൾ. ഇത് കണ്ടോ, മുട്ടിട്ടിട്ടുണ്ട്. ഇതെല്ലാം പപ്പയുടെ സൃഷ്ടിയാണ് കേട്ടോ. കണ്ടോ, ഈ ഡ്രംസിലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത് ഫുൾ മുല്ല നട്ടിരിക്കുന്നതാണ്. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലയും റോസും മാത്രമാണ് പപ്പ നടാൻ വില്ലിങ്ങായിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബാക്കിത്തെ ചട്ടിയിൽ വെച്ചിരിക്കുന്നതൊക്കെ എൻ്റെയാണ് കേട്ടോ. ഞാനാണ് ബാക്കിത്തെ പ്ലാന്റ്സ് എല്ലാം നട്ടു വെച്ചിരിക്കുന്നത്. ഇതൊരു ബൊഗൈൻവില്ലയാണ്. ഇത് മൾട്ടി കളർ ബൊഗൈൻവില്ലയാണ്. പക്ഷേ ഇതിൻ്റെ പൂവുണ്ടായിരുന്നു, അത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രൂൺ ചെയ്ത് കളഞ്ഞു. പിന്നെ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞത് കണ്ടോ, നമ്മളിങ്ങനെ വഴിയിൽ ഫുള്ളിങ്ങനെ ഈ അഗ്ലോണിമ നട്ടിരിക്കട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്ലോണിമ ഉണ്ട് എൻ്റെ അടുത്തൊക്കെ. പക്ഷെ ഇതൊന്നുമല്ല, ഇതൊക്കെ വെരി കോമൺ ആയി തുടങ്ങിയപ്പോൾ. പക്ഷെ ഒരു 2020 സമയത്തൊക്കെ ഒരു കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. 2021, 2022 സമയത്തൊക്കെ കേട്ടോ. നമ്മുടെ വീട്ടിലത് റംബൂട്ടാന്മാരുണ്ട് കേട്ടോ. ഇതിൽ റംബൂട്ടാനൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന് കുഞ്ഞു കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, കുഞ്ഞു കായകളുണ്ട്. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു മൊത്തത്തിലൊരു 1, 2, 3, 4, 5 റംബൂട്ടാൻ മരങ്ങളുണ്ട് കേട്ടോ. വേറൊരു ഫ്രൂട്ടാണിത്. ഇതിൻ്റെ പേര് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ഇതിൻ്റെ ടേസ്റ്റ് മറ്റേ കസ്റ്റർഡ് ആപ്പിൾ ഇല്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ. കസ്റ്റർഡ് ആപ്പിൾ നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷെ ഇപ്പം അത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് അഗ്ലോണിമയാണ് കേട്ടോ. ഇതൊരു ടൈപ്പ്, പിന്നെ ഇത് വേറെ ടൈപ്പ് കണ്ടോ. ഇത് വെരി കോമൺ ആയിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു ടൈപ്പാണ്, ഇത് വേറൊരു ടൈപ്പാണ്, പിന്നെ ഇത് വേറെ ടൈപ്പാണ് കേട്ടോ. പിന്നെ ഇത് റോസ് കളറായിട്ടുള്ള പിങ്ക് ഷെയ്ഡോ അങ്ങനെ എന്തോ ഒരു പേരൊക്കെ മറന്നു. ഇത് ലിപ്സ്റ്റിക് അഗ്ലോണിമ. ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് നട്ടിട്ട് മമ്മി കൂട്ടുകൃഷിയാണോ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ഈ വഴിയുടെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഞാൻ പിടിപ്പിച്ചതായിരുന്നു. പണ്ട് ഇവിടെയൊക്കെ ഫുൾ ചട്ടിയായിരുന്നു. പിന്നെ ഞാനിതൊക്കെ മാറ്റി, ചട്ടിന്നൊക്കെ മാറ്റി ഇങ്ങനെ. ബിക്കോസ് വണ്ടി കയറി ഇറങ്ങിപ്പോലെ കാറൊക്കെ വന്ന് കയറി പോകുമ്പോഴേ ചട്ടിയൊക്കെ ഇടി കൊണ്ട് പൊട്ടുന്നു. അപ്പോൾ പിന്നെ ഞാനതൊന്ന് മാറ്റി. അങ്ങനെയാണ് ഇവരെല്ലാവരും മണ്ണിലേക്ക് ഇറങ്ങിയത്. കേക്കടയൊക്കെ വേറെയൊക്കെ കൊണ്ടുപോയി നട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. നമ്മുടെ CC പ്ലാന്റാണിത്. ഇത് ജസ്റ്റ് ഒരു കമ്പ് അവിടെ വീണ് കിടന്നതായിരുന്നു, ഒടിഞ്ഞു വീഴുമോ അങ്ങനെ എന്തോ സംഭവിച്ചു. അപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോയി ഇവിടെ നട്ടു. അങ്ങനെയാണ് ഇവിടെ ഒരു കൂട്ടുകൃഷി പോലെയായി. ഇപ്പോൾ ആക്ച്വലി കുറേ പ്ലാന്റ്സ് ഉണ്ട്, കുറേ പ്ലാന്റ്സ് ഇങ്ങനെ നട്ടു വെച്ചിരിക്കുക. ഇതൊന്ന് അറേഞ്ച് ചെയ്യണം ഇനി, ബിക്കോസ് ഇതൊക്കെ കുറച്ചൊക്കെ വളർന്ന് അതിൻ്റെ സ്റ്റെംസൊക്കെ ഭയങ്കര വലുതായി തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. സമയം കിട്ടുന്നില്ല. സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഇതെൻ്റെ ഒരു ബോഗൻവില്ലയാണ് കേട്ടോ. ബോഗൻവില്ല ഒരു ബ്രിക്ക് റെഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓറഞ്ചിഷ് കളർ ബോഗൻവില്ലയാണ്. അത് അടിപൊളിയാണ്. പിന്നെയുള്ള വേറൊരു ഗ്ലോണിമയുടെ വേരിയൻ്റാണ് കേട്ടോ ഇത്. പിന്നെ വേറെ ഒരെണ്ണമാണ്, ഇതിലും കൂടുതലുണ്ടായിരുന്നു എനിക്ക് പണ്ട്. കുറേ വേരിയൻ്റ് ഉണ്ടായിരുന്നു, കുറേയൊക്കെ പോയി. ഇത് എൻ്റെ കയ്യിലുള്ളൊരു ബ്രൊമിലിയാൻ്റെ ഒരു വേരിയൻ്റാണ് കേട്ടോ. ചിലരൊക്കെ ഇതിന് നെയിൽ പോളിഷ് പ്ലാന്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടുവന്ന് നട്ട മദർ പ്ലാന്റാണിത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായി. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലിത് റിപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ സെയിം പ്ലാന്റാണ് കേട്ടോ. ഇപ്പോൾ അതേ കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് 2-3 കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ മദർ പ്ലാന്റ് അധികം നാൾ സർവൈവ് ചെയ്യില്ല എന്നാണ് പറയുക. എന്തായാലും അതാണ് കേട്ടോ എൻ്റെ ഒരു ബ്രൊമീലിയാഡ്. ഇതിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, എന്തോ ഒരു നെയിൽ പോളിഷ് പ്ലാന്റ് എന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ.
ലുക്സ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് ആക്ച്വലി കണ്ട നെയിൽ പോലെ ഇരിക്കുന്നത്, നെയിലൊരു നെയിൽ പോളിഷ് ഇട്ട പോലെ ഇരിക്കുക. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പ്ലാന്റിന് ആ പേര് കിട്ടാൻ.